ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷിനെ രാധികാമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദനെ വിളിച്ചിട്ട് ഇതുവരെ ഫോൺ എടുത്തില്ല, അവൻ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടി ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു രാധിക ആൻറ്റി എന്ന് പറയുമ്പോൾ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഗീതുവിനെ കൊല്ലാൻ വേണ്ടി ഒരു കൊലയാളി വന്നു എന്ന് പറയുമ്പോൾ രാധിക അമ്മ ഒന്നും അറിയാത്ത പോലെ കൊലയാളിയോ ഐസിൻ്റെ ഉണ്ടല്ലോ അതെങ്ങനെ കടന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, അതിൻ്റെ ഒരു തിരക്കിലും അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ന് പറയുകയാണ്. അതിനുശേഷം രാധിക പറയുന്നുണ്ട്, എന്തായാലും അവനോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറയൂ, ഗീതുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ ഒരു നേഴ്സിനെ വെച്ചാൽ പോരെ എന്ന് പറയുകയാണ്. അവനോട് വരുമ്പോൾ ആ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി പറയണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, രാധിക ആൻറ്റി അങ്ങനെ അങ്ങനെ എന്തായാലും ഡൈവേഴ്സ് ചെയ്യിപ്പിക്കേണ്ട, ഗോവിന്ദനും ഗീതുവും ഒരുമിച്ച് താമസിക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രാധിക പൊട്ടിത്തെറിക്കുകയാണ്. വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ കണ്ണനെ അവൾ ഒഴിവാക്കിയതാ, സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കി കാമുകൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണ് പോകുമോ, മഹേഷിൻ്റെ ഭാര്യയാണ് ഇങ്ങനെ പോകണമെങ്കിൽ മഹേഷ് തിരിച്ച് അവളെ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട, ഇനി എന്തായാലും ഗീതു കിഷോറിൻ്റെ കൂടെ പോവില്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ രാധിക പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഇനി അത് അതിന് ഗീതുവിന് എന്താണ് ഗോവിന്ദ ഏറ്റെടുക്കാൻ പറ്റുമൊന്നുമില്ല, വേറൊരുത്തൻ്റെ കൂടെ പോയ പെണ്ണിനെ ആരേറ്റെടുക്കാനാ, നാളൊരു സമയത്ത് വേറൊരുത്തനെ കണ്ട് അവൾ അയാളുടെ കൂടെ പോയില്ലെന്ന് എന്താ ഉറപ്പെന്നൊക്കെ പറയാണ്. മഹേഷ് കുറേ പറയാൻ നോക്കുന്നുണ്ട്, രാധികാമ്മ അതൊന്നും സമ്മതിക്കുന്നില്ല. അതിനുശേഷം രാധികാമ്മ ചോദിക്കുന്നുണ്ട്, ആരാ ഗീതുവിനെ രക്ഷിച്ചത് ഐസിയു എന്ന് ചോദിക്കുമ്പോൾ പ്രശസ്ത ഗായികയായിട്ടുള്ള വിജയലക്ഷ്മിയാണെന്ന് പറയുമ്പോൾ രാധികാമ്മ ആകെ നെട്ടു കേട്ടോ. അതിനുശേഷം ശരി ഞാൻ പിന്നീട് വിളിക്കാം മഹേഷ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ഗോവിന്ദനെ കാണണം, ഒന്നില്ലെങ്കിൽ ഗോവിന്ദ് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന രാധികാമ്മ വരുണിനോട് പറയണം. എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണനെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു ബോധം വന്ന് പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗോവിന്ദ് അടുത്തിരിക്കുന്നുണ്ട്. ഗീതുക്ക് പെട്ടെന്നാണ് ഗോവിന്ദൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, മഹേഷ് കിഷോറിനെ പണം നീട്ടിയതും കിഷോർ അത് ആർത്തിയോടുകൂടി മേടിച്ചതും അതുപോലെ തന്നെ മഹേഷ് പറഞ്ഞത് ഇനി ഗോവിന്ദന് ഗീതുക്കുള്ളതാണ്, നീ ഒരിക്കലും ഗീതുവിൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ പണവും മേടിച്ചുകൊണ്ട് പോയതൊക്കെ ഓർക്കാം കേട്ടോ ഗീതു. അത് ആലോചിച്ചിട്ട് ഗീതുക്ക് ദേഷ്യം വരുവാണ്. ഗീതു പെട്ടെന്ന് മുഖം ചരിച്ച് വെച്ചിട്ട് കിടന്ന് കരയുവാട്ടോ. ആ സമയത്ത് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ ഗീതു നീ കരയുവാണോ, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. ഗീതു ഒന്നും തന്നെ മിണ്ടുന്നില്ല. നിനക്കെന്താ എന്നോട് ദേഷ്യമാണോ, നീ എന്താ എന്നോട് മിണ്ടാത്തത്, നിനക്കെന്തെങ്കിലും വേണോ, വെള്ളമോ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണം. എന്താ ഗീതു വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയ ആളെന്ന് പറയുമ്പോൾ അയാൾ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ ഗീതു, അല്ലെങ്കിൽ നിനക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പോലീസുകാരെ കൊണ്ട് രേഖാചിത്രം വരപ്പിച്ച് പിടികിട്ടാ പുള്ളികളെ പിടിക്കാമെന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട, അങ്ങനെയൊന്നും അയാളെ പിടിക്കാൻ പറ്റില്ല, അയാളെ ആരയച്ചെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് ഗീതു പറയുമ്പോൾ അത് നിനക്കറിയാവോ, ആരയച്ചെന്ന് ഗോവിന്ദ് ചോദിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, കിഷോറിൻ്റെ ആൾക്കാരാണോ അതോ എൻ്റെ ബിസിനസ് ശത്രുക്കളോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല, നിങ്ങളുടെ രണ്ടാനമ്മ, നിങ്ങൾ പറഞ്ഞുവല്ലേ ഞാൻ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല എന്ന്, അത് നിങ്ങൾ പറഞ്ഞു കാണുമായിരിക്കും, അതുകൊണ്ട് അവരെന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് ഗീതു പറയുക കേട്ടോ. അത് കേൾക്കണതും നമ്മുടെ ഗോവിന്ദന് ദേഷ്യം വരുവാണ്. നീ എന്തൊക്കെയാണ് ഗീതു ഈ പറയണമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ ലോകത്ത് എന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രണ്ടാനമ്മ തന്നെയാണ്, ആ സ്ത്രീക്ക് മാത്രമേ അതിനെയൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദന് ആകെ ദേഷ്യം വരുവാണ്. ഗോവിന്ദൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുവാണ് കേട്ടോ. അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട്, എന്താണ് ദേ ഗീതു നീ കണ്ണു തുറന്ന് ചുറ്റുള്ളതൊക്കെ കാണും, നിനക്ക് ഇപ്പോഴും നല്ലതും ചീത്തതും കണ്ട മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ല നീ പറയുവാണ്, നീ എപ്പോഴും എന്തിനെ എൻ്റെ രാധികാമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ നല്ല മനുഷ്യരെ അതുപോലെ തന്നെ സ്നേഹമുള്ളവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പഠിക്കാദ്യം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് പൊട്ടിത്തെറിക്കാട്ടോ ഗീതുവിൻ്റെ അടുത്തുനിന്ന്. ഗീതു പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടാനമ്മ പറഞ്ഞാൽ പിടിക്കുമൊന്നുമില്ല, എന്തായാലും ഒരു കാര്യം സത്യമാണ്, നിങ്ങളുടെ രണ്ടാനമ്മ തന്നെ എന്നെ കൊല്ലാൻ നോക്കിയത്, പിന്നെ ഈ ബാംഗ്ലൂർ ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഒരു ആണുങ്ങളെ ഞാൻ ഇനി വിശ്വസിക്കില്ല, നിങ്ങളെന്നെ പണം കൊടുത്ത് വാങ്ങാൻ നോക്കി, കിഷോറാണെങ്കിൽ പണം എടുത്ത് എന്നെ വിൽക്കാൻ നോക്കി, അതുമാത്രമല്ല വിറ്റ് കഴിഞ്ഞിട്ടും മുതൽ ആഗ്രഹിച്ച് അവരെന്നെ കയറി പിടിക്കാൻ നോക്കി, ഇനി ജന്മത്തിൽ ഞാൻ ആണുങ്ങളെ വിശ്വസിക്കില്ല, നിങ്ങളെനിക്ക് എൻ്റെ കൺമുമ്പിൽ കണ്ടുപോരുത്, പൊയ്ക്കോ നിങ്ങളൊരിക്കലും എൻ്റെ അടുത്ത് വരണ്ട, ഇനി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആട്ടി ഓടിക്കുകയാണ്. ഗീതു അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയാൻ പോകുമ്പോൾ പോവാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ സിസ്റ്റർ വരുന്നുണ്ട്. ഗീതു മേഡം എഴുന്നേറ്റോ, സർ എൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, സാറിന് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം മേഡത്തിന് എന്ന് പറയുവാണ്. അതിനുശേഷം ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, മേഡത്തിന് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം, എനിക്ക് തൊണ്ട വരളുന്നു, കുറച്ച് വെള്ളം വേണമെന്ന് പറയുകയാണ്, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പോവാണ്. പിന്നെ കാണിക്കുന്നത് ഗീതു ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്ന് പോവാട്ടോ, തലയിൽ കെട്ടൊക്കെ ഉണ്ട്, ആരെയും മൈൻഡ് വെക്കാതെ ചുറ്റുള്ളത് എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ട് അങ്ങോട്ട് നടന്ന് പോവാണ്. അപ്പോഴേക്കും അവിടെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ഗീതുവിൻ്റെ അടുത്ത് വരുമ്പോഴും ഗീതു മരിക്കാനായിട്ട് അങ്ങോട്ട് തന്നെ പോവാട്ടോ. അങ്ങനെ ട്രെയിൻ തൊട്ടടുത്തെത്തുമ്പോഴേക്കും ഗീതുവിൻ്റെ അടുത്ത് തൊട്ടില്ലെന്ന് പറഞ്ഞ് എത്തുമ്പോഴേക്കും ഗീതു എന്ന്
പറഞ്ഞിട്ട് ഗോവിന്ദ് വിളിക്കുകയാണ്. വേറൊന്നല്ല, ഗോവിന്ദ് അത് സ്വപ്നം കണ്ടതാണ്. ഗോവിന്ദ് ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇല്ല ഗീതു എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിന്ന് അവളെ വിട്ടിട്ട് പോവില്ല, അവളുടെ കൂടെ എന്നും ഞാനുണ്ടാകും, അല്ലെങ്കിൽ അവൾ പഴയ പോലെ തന്നെ വീണ്ടും മരിക്കാൻ ശ്രമിക്കും. എനിക്ക് ഉറപ്പാണ്, ജീവിതത്തിൽ ഒന്നും എത്തിയില്ലെന്നറിയുമ്പോൾ അവൾ മരിക്കാൻ വീണ്ടും ശ്രമിക്കൂ. ഇല്ല, അവളെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടിട്ട് പോവില്ല എന്ന് ഗോവിന്ദ് മനസ്സിൽ തീരുമാനിക്കുക കേട്ടോ. അതിനുശേഷം രാധികാമനെയാണ് കാണിക്കുന്നത്. രാധികാമ നമ്മുടെ വരുണിനോട് പറയുന്നുണ്ട്, 2-3 വട്ടമായി ഞാൻ കണ്ണനെ വിളിക്കണത്, അവൻ ഫോൺ പോലും എടുക്കുന്നില്ല, അവൻ എന്നിൽ നിന്ന് അകലുകയാണെന്നൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയുവാണ്. എന്താ അമ്മ മഹേഷ് ഏട്ടൻ പറഞ്ഞത് എന്ന് നമ്മുടെ വരുൺ ചോദിക്കുമ്പോൾ നമ്മുടെ രാധികാമ ആ കാര്യം വീണ്ടും ആലോചിക്കുകയാണ്. വിജയലക്ഷ്മിയാണ് രക്ഷിച്ചതെന്നുള്ള കാര്യം ഇതിന് മുമ്പും വിജയലക്ഷ്മി രക്ഷിച്ചു എന്ന് മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആക്സിഡൻറ്റിൽ നിന്ന്. അതും കൂടി ആലോചിക്കുകയാണ്. അതിനുശേഷം രാധികാമ പറയുന്നുണ്ട്, അതൊന്നും നീ അറിയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ണനെ കാണണമെന്ന് പറയാണ്. ശേഷം നമ്മുടെ രാധികാമ അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട്, ഗീതുവിനെ രക്ഷിച്ചത് വിജയലക്ഷ്മിയാണെന്ന്. വിജയലക്ഷ്മിയോ, അവരെങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇത് ഞാൻ അറിഞ്ഞത് വേറൊരാൾ പറഞ്ഞിട്ടാ. എന്തായാലും ഇത് കണ്ണനോട് ചോദിക്കണ്ട, അവൻ എന്തായാലും ഇങ്ങോട്ട് പറയുമോ നോക്കട്ടെ, അവൻ എന്നിൽ നിന്ന് അകലുകയാണോന്ന് എനിക്ക് തോന്നണം, അവൻ വിജയലക്ഷ്മിയായിട്ട് അടുക്കുവാണെന്ന് എനിക്ക് തോന്നണം അയ്യപ്പേട്ടാന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും സംഭവിക്കില്ല രാധികാമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും കണ്ണനെ കാണണം എന്ന് രാധികാമ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.